Hi, welcome to Lighton Lab. നമ്മൾ ഓൾറെഡി ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാനാണ്. ഈ ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഹോം പേജ് ഉണ്ട്, കോണ്ടാക്ട് പേജ് ഉണ്ട്, പിന്നെ പ്രൊഡക്റ്റിൻ്റെ പേജ് ഉണ്ട്, അങ്ങനെ കുറേ പേജസ് ഉണ്ട്. ഇതിനൊക്കെ ഓരോരോ ഫങ്ഷൻസ് ആണ്. ഈ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഒറ്റ ഒരു ആപ്പിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാം ഒരു ഒറ്റ ആപ്പിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബഗ്ഗോ അല്ലെങ്കിൽ ഒരു ഇററോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഫിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ വലിയൊരു വെബ്സൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അതിന് ഒരുപാട് ആപ്സ് കാണും. അപ്പോൾ ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഏത് ആപ്പിലാണോ ആ ബഗ് വന്നത് ആ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിന്റെ ബഗ് അല്ലെങ്കിൽ ഇറർ നമുക്ക് പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഫസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ manage.py സ്റ്റാർട്ട് ആപ്പിന്റെ നെയിം, അതായത് സ്റ്റാർട്ട് ആപ്പിന്റെ നെയിം. അപ്പോൾ ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പൈത്തൺ manage.py എന്നിട്ട് സ്റ്റാർട്ട് ആപ്പ്, എന്നിട്ട് എന്താണോ ആപ്പിന്റെ നെയിം കൊടുക്കാൻ പോകുന്നത് ആ നെയിം കൊടുക്കുക. നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് ആപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് കുറച്ച് ഫയൽസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ആപ്പായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എങ്ങനെ നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് ആപ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്രെഡിനെ കുറിച്ചാണ്. അതായത് ക്രിയേറ്റ്, റിട്രീവ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് ജാങ്കോ പ്രൊജക്റ്റിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാവരും ലേൺ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.